वैभव, आप तो अभी 1 साल होने वाला है ना इसके साथ, आपका एक्सपीरियंस बोलो इसके साथ। महबूब टी शोभी भाई से कुछ पूछे ना कंपनी के बारे में। 15 साल गुजारे हैं, कैसे गुजारे हैं, 15 साल में क्या एक्सपीरियंस हासिल किया है। नहीं शोभी भाई, गोल्फ लाइन में आपने 15 साल गुजारे हैं जी, तो आपको कैसा महसूस हो रहा है? अब आप जा रहे हैं, अपने तमाम साथियों से बिछड़ रहे हैं। ഷോബി നമ്മള് 10-12 വർഷം ഈ കമ്പനിയിൽ ജോലി ചെയ്ത എല്ലാവരിൽ നിന്നും ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇനിയുള്ള എല്ലാവിധ ആശംസകളും ഭാവിയിലേക്ക് നമുക്ക് നേരം. ഇനി ഓരോരുത്തരോരുത്തർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ മുതൽ കാണുന്ന ഒരു സ്മൈലിംഗ് ഫേസ് ആൾവേസ്. രാത്രിയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോഴും ഭയങ്കര പാടാണ്, ഉറക്കം വരുന്നത്. ശരിക്കും വിൽ ബി ഹാപ്പി ആൾവേസ്. ആ ഒരു ഫേസ്, പിന്നെ ആരോട്ടും വഴക്കില്ല, വക്കാണില്ല, ഇത്ര ഡീസന്റ് എക്സ്ട്രാ. ശരിയല്ലേ? എല്ലാം ആർക്കും ഡിസഗ്രി ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പിന്നെ പ്രോബ്ലവും ഇല്ല. എല്ലാം എപ്പോഴും നല്ല രീതിയിൽ, നല്ല സ്വഭാവം, നല്ല എന്താണ് ബിഹേവ് ചെയ്യുന്ന കൾച്ചർ എല്ലാം വളരെ നല്ലത്. പക്ഷെ നിങ്ങൾക്കുള്ള ആൾക്കാരെ കിട്ടാൻ വളരെ റെയറാണ്, വളരെ പാടാണ്. ഏത് കാര്യത്തിലായാലും ഭയങ്കര ആക്റ്റീവ് കാര്യങ്ങളെല്ലാം. സോ നമ്മള് എന്താ പറയുക, ഇത്രയും വർഷം 12 കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ അതിൽ എല്ലാ ആശംസകളും നേരുന്നു. ഇനിയുള്ള ഫ്യൂച്ചർ എംപ്ലോയേഴ്സിനും എല്ലാ നല്ല ഭാവങ്ങളും നേരുന്നു. സോ താങ്ക് യു. वैभव, आप तो अभी 1 साल होने वाला है ना इसके साथ, आपका एक्सपीरियंस बोलो इसके साथ। मेरे साथ बहुत अच्छे रहे हैं, फ्रेंडली रहे हैं, एक जैसे फैमिली मेम्बर की तरह। ठीक है, बाकी लोगों की तरह मुझे कभी तंग नहीं किया, बहुत अच्छी तरह अच्छे रहे। सैटरडे को गाइड आएगा और क्या हो जाने के लिए सभी गाइड आने हम तो सब बोला नहीं, बोला तो मैं जाएगा ഉണ്ടായി 3:30 ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അത് 3:30 പുള്ളി പാട്ടുപെട്ടിക്ക് പോകുന്നു. മുടിഞ്ഞ വളാൻ ഇവിടെ വന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, പച്ച കഴിക്കാൻ പറ്റിയില്ല. ഇങ്ങനത്തെ തമാശകളൊക്കെ പറയട്ടെ. ഞങ്ങൾ കണ്ടുപിടിച്ച് പോയി കേട്ടോ. അനീഷിന്റെ റൂംമേറ്റും കൂടിയാണ്. അങ്ങനെ പറയണ്ട. നമ്മളൊക്കെ കാണാൻ സമയം ഞാൻ ഡെലിവറിക്ക് പോയി. ഡെലിവറിക്ക് പോയി സീസൈഡിലാണ് പോയി. സീവില് ഭയങ്കര പോയി ഭയങ്കര വീട്ടിലുള്ള സാധനം കാട്ടം പൊളിച്ചകത്ത് വെച്ച് കൊടുക്കണം. പൊളിച്ച് ഞങ്ങൾ പരിചയത്തിൽ ഇത്രേഷൻ 2 പെണ്ണുങ്ങളും വന്ന് അവര് നമ്മളെ സഹായിച്ച് പറ്റി അത് വെച്ചു വെച്ചില്ല. ഓക്കെ, അവിടുന്ന് നമ്മൾ തിരിച്ചെടുക്കണം. അതുപോലെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പോയിരുന്നു. ഞാൻ സോയോട് തിരിച്ചെടുക്കണം. പൊട്ടിപ്പോയി തിരിച്ചെടുത്ത് കാച്ചു വീണു. ഞാൻ മുടിഞ്ഞ വെയിറ്റ് മാറിട്ട് അതിന് ടേബിളിട്ട് സാധനം അത് ചെറിയ ക്രാച്ച് വീണു. ഭയങ്കര ഞാൻ സോയോട് കഷ്ടപ്പെട്ട് വന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത എപ്പോഴും ലൈഫിലുണ്ടാവും, ഓർമ്മിക്കാനായിട്ട്. നിർബന്ധിച്ച് അടുപ്പിച്ച് ആരോഗ്യം വേണ്ടാന്ന് പറഞ്ഞു. എപ്പോഴേലും കാണുമ്പോ
ഇപ്പോഴും പറയുന്നത് ഇത് വർത്താനൊക്കെ നിർത്തുന്നത്. ഈ ശ്യാമേട്ടനൊരു എന്തെങ്കിലും ഷോപ്പിനായിട്ടുള്ള എന്തെങ്കിലും ഒരു നമ്മളൊരു നല്ല സന്തോഷമായിട്ടുള്ള ഇതിനൊരു സോഹാറിലെയാണ് ഞാൻ ഇവിടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. സോഹാറിൽ ജോയിൻ ചെയ്ത സമയത്ത് ഗൂഗിൾ മാസ്കറ്റിൽ നിന്ന് വരുന്ന വണ്ടിയിലെ ഡ്രൈവർമാരിലെ ഒരു ഡ്രൈവർ ശോഭയാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ അവിടെ ഉണ്ടാകുമ്പോഴുള്ള ഡെലിവറികൾ അവിടെ പോലെ ചില ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അർജൻറ്റായിട്ടുള്ള അല്ലെങ്കിൽ പല അതെല്ലാം വളരെയധികം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് നമ്മുടെ കൂടെ ഒപ്പം നിന്ന് ലോഡിങ് ആയാലും അൺലോഡിങ് ആൾ വന്നപ്പോൾ സഹായിച്ച് ഒരു സഹോദരനെ പോലെ അത് അന്ന് പോലെ ഇന്ന് വരെ. ഇപ്പോൾ ഞാനൊക്കെ അവിടെ നിന്ന് കൂടെ വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ ഫസ്റ്റ് നിന്നൊക്കെ ഷുഗറിലായി അപ്പോൾ ഒരു സഹോദരനെ പോലെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും എന്തിനായിരുന്നു എപ്പോഴും ആ ഒരു മാനസികമായിട്ട് വളരെയധികം അടുപ്പം ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞത് അത്രയും നമുക്ക് അങ്ങനെ അതേപോലെ ഗണേഷ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഡ്രൈവർ സെക്ഷനിൽ നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ള ഒരു വൻ നഷ്ടമാണ് ഇവിടെ സംഭവിക്കേണ്ടത്. അപ്പോൾ എന്തായാലും അത് പോകുന്നതിന് എല്ലാവിധ ആശംസകളും ഭാഗ്യവും കൂടെ നല്ലൊരു ഒരു ജീവിതത്തിനുള്ള എല്ലാവിധ ആശംസകളും നേർന്നു. सोभी भाई अभी 12 साल हमारा गर्लफ्रेंड में काम किया, बहुत अच्छा आदमी है। हम दूसरा आदमी का हम लोग हेल्पर है, उन लोग दूसरा आदमी के साथ जाने के लिए हमको थोड़ा नाराज होता है, लेकिन सोभी के साथ जाएगा तो हम लोग दिल बहुत खुश होता है। ऐसा आदमी सही है ना, हम लोग खुद भी बोलेगा हमारे साथ भी हेल्पर तो ऐसे ही काम करते हैं, हमारे साथ खुद आके हम नहीं बोलेगा तो भी फिर आके हमारे साथ नहीं मोबाइल हम लोग जाए तो बाद में उसको मेंबर गाड़ी में बैठे बोले तो बाहर आएगा, हम लोग हेल्प करेगा, सीधा ऊपर चढ़ेगा हेल्प करेगा। हम लोग पसंद भी ऐसा पसंद भी ऐसा कैंसिल जा रहा है तो उसको कैंसिल आएगा तो भी घर में अच्छा से कुछ ना कुछ बिजनेस करो, कुछ भी करो, उसको सब आपका वो अच्छा है। हम लोग सब उनके लिए हम लोग प्रार्थना करें, ठीक है। और मैं इतने कहना से बोल दिया ना, जो मैं बोलने वाला था मैंने बोल दिया। बहुत अच्छा आदमी है, हम लोग का साथ कभी भी नाराज नहीं है, लेबर का जैसा काम करता है, कभी भी देखेगा ज्यादा वजन वाला कार्टून में पकड़ता है, लेकिन बहुत मिस करेगा हम लोग इंशाल्लाह। दुआ है भाई आपका। വൈകുന്നേരം ഡീസലിന്റെ പൈസ ഇല്ലെങ്കിൽ ഷോയുടെ വണ്ടി പൊക്കോളൂ, പൈസ എടുത്ത് അടിച്ചു പൊക്കോളൂ, പിന്നെ എന്തെങ്കിലും വരുമ്പോ കൊടുത്താൽ मिस्टर बैंक मस्कत वो ये तो नीचे करें, ये नीचे करेंगे तो इतने का कुछ पता नहीं चलेगा लोगों को कौन था। ये हमारा बैंक मस्कत है जी, देख लें। ഷോബി ഇപ്രാവശ്യം ക്രിസ്മസ് കേക്ക് മിസ്സാവല്ലോ. എല്ലാം പോയി. എനിക്ക് ആ തന്നെ ഉള്ളൂ. ഇത് എന്താ പറയാ നമ്മുടെ പ്ലം കേക്ക്, കേക്കിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ശരിക്കും. അല്ല മേടിക്കും ഞങ്ങള് നേരത്തെ ബീഫൊക്കെ ये मास्क उतार दो। മാസ്കുതാറ മുഷ്കിൽ नहीं कुछ बोलना है बोल रहे हिंदी में अच्छे से बोलो, क्या नहीं कुछ भी दिल में है तो बोलने का ना। क्या 12 साल साथ गुजारे हैं, इन 12 सालों में आपने क्या एक्सपीरियंस, आपको इस आदमी के साथ काम करने में क्या एक्सपीरियंस मिला है?
ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിട്ട് അന്വേഷിച്ച് പണി തന്നല്ലേ ശരിക്കും? ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ പണി കൊടുത്തതാണ്. വൈകുന്നേരം 3 ട്രിപ്പ്. ഫിനിഷ്. എന്താ പറയാ ഷോബായി നമ്മൾ അറിഞ്ഞ് എന്താ പറയാ അറിഞ്ഞ് തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങളിടയ്ക്ക് വളരെ നല്ല സൗഹൃദം. ഇപ്പം കാലത്തെ കാണുമ്പോൾ തൊട്ടാണെങ്കിൽ പോലും അല്ലേ നമ്മളൊരു ഇപ്പോൾ ഒരു നമസ്കാരം അല്ലെങ്കിൽ വണക്കം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങാറുള്ളത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഷോബയിൽ എനിക്ക് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടി അതിൽ 45 DA ആയിരുന്നു, അത് 5095 DA സോറി 5095. അപ്പം ഈ 2 വാഹനങ്ങളാണെങ്കിൽ പോലും പുള്ളി സ്വന്തം ജീവിതത്തെ പോലെ സ്വന്തം ലൈഫ് പോലെ തന്നെയാണ് പുള്ളിയെ സൂക്ഷിച്ചിട്ടുള്ളത്. അത് ഞാൻ എടുത്തു പറയാം. ഇപ്പം പുള്ളി ഒരു വണ്ടി പുള്ളിയുടെ വാഹനം ഇതിലേത് വണ്ടിയാണെങ്കിൽ കൊണ്ട് നിർത്തി പുള്ളി റിവേഴ്സ് ഇടുകയാണെങ്കിൽ പോലും വേറെ പല വണ്ടികൾക്കും അതിന് ചിലപ്പോൾ ഒരുപക്ഷെ ക്ലച്ചൊന്നും പിടിച്ചെന്നിരിക്കാം. പക്ഷെ ഇന്ന് വരെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ പുള്ളി ഒരു ബ്രേക്ക് ഔട്ടാണെങ്കിൽ പോലും വണ്ടി സ്ലോ ചെയ്ത് വരുവാണെങ്കിൽ പോലും സ്വന്തം ലൈഫിനെ പോലെ തന്നെയാണ് പുള്ളി നോക്കിയിട്ടുള്ള ഇങ്ങനെ 2 വാഹനങ്ങൾ ഞാൻ കണ്ട് കാലം തൊട്ട് അങ്ങനെ തന്നെയാണ് പുള്ളി കണ്ടിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, എടുത്തു പറയാനുള്ളത്. പറയാം.